ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്കൊരു ദിവസത്തേക്ക് വേണ്ട കാലറി ഊർജം ലഭിക്കുന്നതായിരിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അരിപ്പൊടി, ഗോതമ്പൊടി തുടങ്ങിയ പൊടികളൊന്നും തന്നെ ഉപയോഗിക്കാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അതുകൊണ്ട് ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാൻ അത്യാവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഗ്രീൻ അണിയൻ്റെ 2 ചെടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് ഭാഗവും ഗ്രീൻ ഭാഗവും നമുക്ക് വേണം. പിന്നെ ഒരു പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, വലിയ അല്ലിയാണ്, അത് 3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത്. പിന്നെ ഒരു ചെറിയ ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ഉണ്ട് ഈ ബ്രൊക്കോളി. 2 പേർക്ക് ആവശ്യമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ബ്രൊക്കോളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്രൊക്കോളി ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു പാനിൽ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയ ബ്രൊക്കോളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രൊക്കോളി ഇട്ടതിന് ശേഷം തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ 3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ തിളച്ച് 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം. പൊട്ടിച്ചിട്ട മുട്ടയിലേക്ക് ഗ്രീൻ അണിയൻ പൊടിയായി അരിഞ്ഞതും കുറച്ച് കോറിയാൻഡർ ലീവ്സും പൊടിയായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ട ഫ്രൈ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയാണ് പാല് ചേർക്കുന്നത്. എന്നിട്ടൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർക്കുക. ഗീ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നന്നായി ചൂടായി കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുത്ത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. കൂടുതൽ പൊടിയാക്കാതെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗീയും കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എണ്ണയോ ഗീയോ ചേർത്ത് ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളുടെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി സെയിം പാൻ തന്നെ ചൂടാക്കി അതിലേക്ക് 1.5 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് അതും ചേർക്കാം. സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗം സ്ലൈസ് ചെയ്തത് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. മീഡിയം ഹീറ്റിൽ വേണം വഴറ്റി കൊടുക്കാൻ. ഉള്ളിയുടെ നിറം മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വലുതായി കട്ട് ചെയ്ത തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ചെറിയ തക്കാളിയാണ് എടുത്തു വെച്ചിരുന്നത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുക. തക്കാളിക്ക് വേണ്ട കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി നമ്മൾ ഉപ്പിട്ട വെള്ളത്തിലാണ് ബ്ലാൻഡ് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തക്കാളിക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും. തക്കാളിയുടെ പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി വഴന്ന് സോഫ്റ്റ് ആകേണ്ട ആവശ്യമില്ല. കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ വഴറ്റി കൊടുത്ത് വേവിച്ചെടുക്കരുത്. ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളി ചേർത്ത്
എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ബ്രോക്കോളി നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മുട്ട ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക. മീഡിയം ഹീറ്റിലാണ് ഈ സമയത്തെല്ലാം നമ്മൾ കുക്ക് ചെയ്തത്. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി തൂവി കൊടുക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഫുഡാണിത്. ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ രാവിലെ കഴിച്ചിരിക്കേണ്ടത്. നമുക്കിനി ഇതിലേക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. ഇത് നമുക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അതും കൂടി ഈ പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് 2 പേർക്ക് വേണ്ട ഭക്ഷണമാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഈ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത്തപ്പഴമാണ്. പുഴുങ്ങിയാണ് എടുത്തിരിക്കുന്നത്. നാരുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഈ ഫ്രൂട്ട് നമ്മൾ ഡെയിലി കഴിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.